2030 ബി ജെ പിയുടെ നോട്ടം. 2030 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിനു മുമ്പ് 2029 ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. അപ്പോഴും ബി ജെ പിക്ക് ചില കളികളുണ്ട്, ചില കണക്ക് കൂട്ടലുകളുണ്ട്. സംസ്ഥാന ബി ജെ പി നേതൃത്വമല്ല അതിന് ചുക്കാൻ പിടിക്കുന്നത്, കേന്ദ്ര ബി ജെ പി നേതൃത്വം തന്നെയാണ്, അമിത്ഷാ തന്നെയാണ്. അമിത്ഷാ കേരളത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്നില്ല. കണ്ണൂരിൽ റോഡിലൂടെ നടന്ന് പദയാത്ര നടത്തിയ കാലം മുതൽ സംസ്ഥാനത്ത് നല്ല ഇടപെടൽ നടത്തുന്നുണ്ട് അമിത്ഷാ. പക്ഷേ കേരളത്തിൽ വലിയ പ്രതിരോധമാണ് ബി ജെ പിക്കെതിരെ ഉയർന്നു വന്നത്. ബി ജെ പിയുടെ അജണ്ട എവിടെയൊക്കെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നോ അവിടെയൊക്കെ പ്രതിരോധം സൃഷ്ടിക്കാൻ LDF-ന് CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. ഭരണത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെറുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ CPM അധികാരത്തിൽ നിന്ന് പുറത്താണ്. UDF ആണ് ഭരിക്കുന്നത്, VD സതീശനാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിട്ടുണ്ട് ബി ജെ പിക്ക്. സുപ്രധാന പോസ്റ്റുകളിൽ സുപ്രധാന നിയമനങ്ങൾ, ഭാവിയിൽ ബി ജെ പിക്ക് ഉപകരിക്കുന്ന നിയമനങ്ങൾ, അവിടെയൊക്കെ സംഘപരിവാറുകാർ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ N ശേഷാദ്രിനാഥൻ വന്നു, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി. ചെറിയ പോസ്റ്റല്ല, വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ പോസ്റ്റാണ്. ഇനി വരാനിരിക്കുന്ന 5 വർഷം എന്നത് ബി ജെ പിയെ സംബന്ധിച്ച് കേരളത്തിൽ വലിയ കളികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മണ്ഡല പുനർനിർണയമാണ്, ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ പ്രവർത്തനമാണ്. മണ്ഡല പുനർനിർണയത്തിൽ കാര്യമായി ഇടപെട്ട് കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. അതിനു വേണ്ടിയിട്ടാണ് N ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറിലെ അദ്ദേഹത്തിന് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ചുമതലയല്ലേ ഉള്ളത്? അദ്ദേഹത്തിന് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയും ലോകസഭ നിയമസഭ തെരഞ്ഞെടുപ്പിൽ? ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിനെ അനുകൂലിക്കുന്നവർ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സൈബർ ഇടങ്ങളിൽ ആ ചോദ്യം ഉയർന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ നടത്തിപ്പല്ലേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ചുമതല. അദ്ദേഹത്തിന് എന്ത് ഇടപെടൽ നടത്താൻ കഴിയും ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തുന്നുണ്ട്, മുസ്ലിം ലീഗുകാരും അത് ഉയർത്തുന്നുണ്ട് എന്നോർക്കണം. എന്നാൽ അവർ ഓർക്കാൻ ചില കാര്യങ്ങൾ പറയാനുണ്ട്. 2002 ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരവും 2026 ബിൽ പ്രകാരവും ഡീലിമിറ്റേഷൻ ബിൽ പ്രകാരവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡീലിമിറ്റേഷനിൽ സുപ്രധാന പങ്ക് വഹിക്കാനുണ്ട്. 3 അംഗ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിലെ എന്ന് വെച്ചാൽ മണ്ഡല പുനർനിർണയ സമിതിയിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അവിടത്തേക്കാണ് N ശേഷാദ്രിനാഥൻ വരുന്നത്, ബി ജെ പിക്കാരൻ വരുന്നത്, സംഘപരിവാറുകാരൻ വരുന്നത്. എന്ന് വെച്ചാൽ മണ്ഡല പുനർനിർണയം ബി ജെ പിക്ക് അനുകൂലമായിരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാത്രമല്ല, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമുള്ള മണ്ഡല പുനർനിർണയം അത് വന്നു കഴിഞ്ഞാൽ N ശേഷാദ്രിനാഥൻ ഇടപെടും. ആർക്കു വേണ്ടി? ബി ജെ പിക്ക് അനുകൂലമായി. കോൺഗ്രസ് നേതാക്കൾ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, N ശേഷാദ്രിനാഥൻ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിനോട് അനുഭവമുള്ള വ്യക്തിയേ അല്ല. അദ്ദേഹം സംഘപരിവാറുകാരനാണ് എന്ന് പറഞ്ഞത് PM നിയാസാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഉന്നയിച്ച ആരോപണം അത് മുഖവിലക്കെടുക്കാൻ പോലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറായില്ല. അദ്ദേഹത്തെ തന്നെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞതിന് ശേഷം N ശേഷാദ്രിനാഥനെ തന്നെ നിയമിച്ചിരിക്കുന്നു. ഇപ്പോൾ വാർത്ത പുറത്തു വന്നിരിക്കുന്നു. സംസ്ഥാന മന്ത്രിസഭയുടെ ശുപാർശ ഗവർണർ അംഗീകരിച്ചിരിക്കുന്നു. ഇനി 5 വർഷം ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റാൻ കഴിയില്ല. N ശേഷാദ്രിനാഥനായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഡീലിമിറ്റേഷൻ കേരളത്തിൽ, മണ്ഡല പുനർനിർണയം കേരളത്തിൽ നടപ്പാക്കുക. ചെറിയ പ്രശ്നമല്ല, ചെറിയ കാര്യമല്ല. ബി ജെ പി ലക്ഷ്യമിടുന്നത് 2030, 2029 ലോക്സഭ, 2030 നിയമസഭ, 2 തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വൻ മുന്നേറ്റമുണ്ടാക്കണം. പറ്റുമെങ്കിൽ 2030 കേരളം ഭരിക്കണം. ഇതാണ് ബി ജെ പിയുടെ ലക്ഷ്യം. എന്നാൽ VD സതീശൻ ലക്ഷ്യമിടുന്നത് ബി ജെ പിയെ മുഖ്യ പ്രതിപക്ഷമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ
ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസോടൊപ്പം നിൽക്കുമെന്നും അങ്ങനെ കോൺഗ്രസിന് സ്ഥിരമായ ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കാമെന്നും CPIM 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നും വലിയ കണക്കുകൂട്ടലാണ് വി.ഡി. സതീശൻ നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ BJP ശക്തി പ്രാപിച്ചാലും സാരമില്ല എന്ന ചിന്തയിലേക്ക് വി.ഡി. സതീശനും കോൺഗ്രസും എത്തിയോ? അതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തോ മുസ്ലിം ലീഗ്? KM ഷാജിയാണ് ശേഷാദ്രിനാഥനെ നിയമിച്ചത്. അദ്ദേഹമാണ് നിയമനാധികാരി എന്നോർക്കണം. എന്ന് വെച്ചാൽ BJP കോൺഗ്രസ് മുസ്ലിം ലീഗ് ഡീൽ, കോലീബി സഖ്യം ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, വളരെ സജീവമായി എന്ന് വേണം കരുതാൻ. 2030-ൽ ഒന്നുകിൽ BJPയെ മുഖ്യ പ്രതിപക്ഷമാക്കണം, അല്ലെങ്കിൽ BJPയെ അധികാരത്തിലെത്തിക്കണം. ഇതാണ് കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും ചേർന്നുള്ള ഡീൽ. കോൺഗ്രസും മുസ്ലിം ലീഗും വിചാരിക്കുന്നത് മുഖ്യ പ്രതിപക്ഷമാവുകയുള്ളൂ BJP എന്നാണ്. എന്നാൽ BJPയുടെ ലക്ഷ്യം 2030-ൽ കേരളം ഭരിക്കുക എന്നതാണ്. 2029-ൽ ലോക്സഭയിലേക്ക് ഇപ്പോഴുള്ള ഒരു സീറ്റ് 2, 3, 5 സീറ്റായി മാറ്റുക എന്നതുമാണ്. അതിനു വേണ്ടിയുള്ള കളമൊരുക്കുകയാണ് വി.ഡി. സതീശൻ ചെയ്യുന്നത്. അതോടൊപ്പമാണ് KM ഷാജി നിൽക്കുന്നത് എന്നതാണ് കേരളത്തിൻ്റെ ദുരന്തം.